ആവേശപ്പോരാട്ടം നടക്കുന്ന മാവേലിക്കര മണ്ഡലത്തിൽ 3 മുന്നണികളും ചെങ്ങന്നൂരിലെ 3 കേന്ദ്രങ്ങളിലായിട്ടാണ് കൊട്ടിക്കലാശം നടത്തിയത്. നാടൻ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും ഇരുചക്രവാഹന റാലികളും ആവേശം വാനോളമുയർത്തി. ആ കാഴ്ചകൾ കാണിച്ചു തരും മാവേലിക്കരയിൽ നിന്ന് ആർ റോഷിപ്പാൻ. ദിവസങ്ങൾ നീണ്ട പരസ്യപ്രചാരണത്തിന് ആവേശത്തോടെ തന്നെയാണ് മാവേലിക്കരയിലും കൊട്ടിക്കലാശം. 3 മുന്നണികളും ചെങ്ങന്നൂർ നഗരത്തിലാണ് കൊട്ടിക്കലാശം. സ്ഥാനാർത്ഥികൾ രാവിലെ മുതൽ തന്നെ അവരുടെ വിവിധ മേഖലകളിൽ ജാഥയായി വാഹന പ്രചാരണ ജാഥയായി സഞ്ചരിച്ചു. വിവിധയിടങ്ങളിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. അതിനുശേഷം ഏതാണ്ട് 4 മണിയോടെയാണ് LDF, UDF, NDA സ്ഥാനാർത്ഥികൾ ചെങ്ങന്നൂരിലെത്തിയത്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ നിശ്ചയിച്ച സ്ഥലങ്ങളിലാണ് 3 മുന്നണികളുടെയും പരസ്യപ്രചാരണം നടന്നത്. ഇടയിൽ ചെറിയ ഒരു സംഘർഷം മാറ്റി നിർത്തിയാൽ പൂർണ്ണമായും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ പരസ്യപ്രചാരണം അവസാനിച്ചു എന്നതാണ്. UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് നേതാക്കൾക്കൊപ്പം എത്തി വലിയ രീതിയിലുള്ള പ്രചാരണം, പ്രവർത്തകരടക്കം ഒത്തുചേർന്നു. ബാൻഡ് വാദ്യങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തകരും ഒത്തുചേർന്നു. LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറിൻ്റെ കൊട്ടിക്കലാശവും സമാനമായ രീതിയിൽ തന്നെയാണ് ചെങ്ങന്നൂർ നഗരത്തിൽ. ഒപ്പം NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയും നേരത്തെ കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു ബൈജു കലാശാലയുടെ പ്രചാരണവും വലിയ ആവേശത്തോടെയാണ് അവസാനിച്ചത്. ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചാരണമാണ്. വോട്ടുറപ്പിക്കാനുള്ള നീക്കമാണ്. ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട സ്ഥാനാർത്ഥികളും ഒപ്പമുള്ളവരും വോട്ടുറപ്പിക്കുന്ന നിമിഷങ്ങളാണ്. നെഞ്ചിടിപ്പ് കൂട്ടും സ്ഥാനാർത്ഥികളുടെയും ഓരോ മുന്നണികളുടെ ക്യാമ്പിലുള്ള പ്രധാന നേതാക്കളുടെയും. ഏതായാലും വലിയ ആവേശത്തോടെ തന്നെ മാവേലിക്കരയിലെ പ്രചാരണത്തിന് കൊടിയിറങ്ങി.